ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ ഒരു വൻ ശക്തിയായി കുതിച്ചുയർന്നതിന്റെ ശക്തമായ ഉദാഹരണമാണ് ചാന്ദ്ര പരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ-3 വിജയകരമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലേക്ക് ഇറങ്ങിയത്. അതെ, ചന്ദ്രയാൻ 2ന്റെ ഭാഗികമായ തകർച്ചയ്ക്ക് ശേഷം ശാസ്ത്രലോകത്ത് ഇന്ത്യയുടെ ശക്തമായ തിരിച്ചുവരവാണ് ചന്ദ്രയാൻ-3. ജൂലൈ 14 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ-3 പറന്നുയർന്ന് നിരവധി കടമ്പകൾ തരണം ചെയ്താണ്. അതിൽ തന്നെ സൗഹൃദ രാഷ്ട്രമെന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ സുവർണ നേട്ടം തട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിജയത്തിന് വിലങ്ങുതടിയായി റഷ്യ തങ്ങളുടെ ചാന്ദ്ര പരിവേഷണ പേടകം ലൂണ 25 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ പേടകം വിക്ഷേപിച്ച് 4 ആഴ്ചകൾ കഴിഞ്ഞ് റഷ്യ തങ്ങളുടെ സാങ്കേതിക ശക്തിയുടെയും അനുഭവ സമ്പത്തിന്റെയും ബലത്തിൽ ചന്ദ്രയാൻ-3ന്റെ നേട്ടം തകർത്ത് തങ്ങളുടേതാക്കാൻ ഇറങ്ങി. എന്നാൽ ദൗർഭാഗ്യമെന്നോ കോടി ജനതയുടെ പ്രാർത്ഥനയെന്നോ റഷ്യയുടെ ലൂണ 25 പേടകം ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ആദ്യപടിയിൽ തന്നെ കുഴഞ്ഞു വീണു. അതെ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം ചന്ദ്രയാൻ-3ന് അല്ല, നമ്മുടെ ഇന്ത്യക്ക് ഉള്ളതായിരുന്നു. ലോകരാഷ്ട്രങ്ങൾക്ക് ഇതുവരെ എത്തിച്ചേരാൻ സാധിക്കാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇന്ത്യ പേടകമിറക്കി. ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ശാസ്ത്രമേഖലയിലെ ഉയർച്ച തുറന്നു കാണിച്ചു. കോടി ജനതയുടെ പ്രാർത്ഥനയുമായി പറന്ന ചന്ദ്രയാൻ-3 വിജയകരമാക്കിയ ISROയുടെ ടീമിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ നിമിഷം അർപ്പിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.